ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോഴേ കുറച്ച് ചക്കുരു വളരെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് അധികം വിളഞ്ഞ ചക്കയുടെ ചക്കക്കുരു അല്ല. അതുകൊണ്ട് അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ, ആ ഹാർഡ് പാർട്ട് ഇളക്കുന്ന സമയത്ത് അത് ഉൾപ്പെടെയാണ് പോയിരിക്കുന്നത്. അരിഞ്ഞെടുത്തിരിക്കുന്ന ചക്കക്കുരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഗ്യാസ് ഓണാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് മുഴുവനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ആവിവെള്ളം അതിൽ നിന്ന് വന്ന് താഴെ ഗ്യാസ് സ്റ്റവിലൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു കുറച്ച് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ മതി. ചെറുതായിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് ഓപ്പൺ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മത്തിയാണ്, ചെറിയ മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് താഴെ പൊടിച്ച് വെച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പെൻറ്റുംപുളി വെള്ളവും കൂടെ അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി വരണം. അടച്ച് വെച്ച് ആവി വന്നു കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ഇളക്കിയിടുന്നത്. നമുക്ക് വേണമെങ്കിൽ തേങ്ങ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, 1 കപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഈ സമയത്താണ് കറിവേപ്പിലയുടെ കാര്യം ഓർത്ത് അപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് എടുക്കുന്നുണ്ട്. ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ 1 സ്പൂണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഒരു നാടൻ ചക്കക്കുരു മത്തി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. രണ്ടാമത്തത് ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കഞ്ഞിവെള്ളം എടുത്തു വെക്കാറുള്ളൂ, കുടിക്കാനായിട്ട് എടുത്തു വെക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കളയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 ടൂത്ത് പേസ്റ്റ് കവറാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിനകത്ത് കുറേ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ചുവടൊന്ന് വെട്ടിയിട്ട് അത് നെടുകയൊന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം അതിൽ ഒരുപാട് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആ ഓപ്പൺ ആക്കിയ ടൂത്ത് പേസ്റ്റ് ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിലെ ടൂത്ത് പേസ്റ്റൊക്കെ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് കവർ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നീട് അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ആ ടൂത്ത് പേസ്റ്റോട് അടങ്ങിയ ആ വെള്ളം ഒരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ളിയുടെ ഒരു ചെയിനാണ്. ചാനൽ ഇതുപോലുള്ള റെസിപ്പീസും
ടിപ്സും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ടിപ്സും റെസിപ്പീസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കയറി കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളിയുടെ ഒരു ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളി ആഭരണങ്ങളൊക്കെ ചിലർക്ക് ഇടുന്നുണ്ട്, അത് പെട്ടെന്ന് കറുത്ത് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് ടിപ്പാണിത്. ഇനി വെള്ളം ടൂത്ത് പേസ്റ്റിലുള്ള ആ വെള്ളത്തിലോട്ട് ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് അതിൻ്റെ ആ കറുപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഗ്ലാസ്സിൽ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ഗ്ലാസ് ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ ഗ്ലാസ് ആ കഞ്ഞിവെള്ളത്തിൽ മുങ്ങിക്കിടക്കത്ത രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അഴുക്കൊക്കെ മാറി നന്നായിട്ട് ഇത് ക്ലീനായി വരുന്ന കാണാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കൂടെ അതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഗ്ലാസ് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒരു ആയാസവും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നമ്മുടെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ എണ്ണമയം തെറിച്ചതായിരുന്നു. ഗ്ലാസ് പളപളാന്ന് നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്. അടുത്ത ടിപ്പ്, ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് വെട്ടിയപ്പോൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് സിസേഴ്സിലായിട്ടുണ്ട്. അതേ പെരണ്ടിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് സിസേഴ്സിലൊന്ന് തൂത്ത് വെട്ടി എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ സിസേഴ്സൊക്കെ തുരുമ്പ് പിടിച്ചാൽ ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ ഈ സിസേഴ്സിൽ തുരുമ്പില്ല. അപ്പോൾ നമുക്ക് ടൂത്ത് പേസ്റ്റ് ഇതേലും ഇങ്ങനെ സിസേഴ്സിൽ തൂത്ത് പുരട്ടിയിട്ട് നാരങ്ങ കൊണ്ടുകൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അതിലുള്ള തുരുമ്പൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. അതേപോലെ സിസേഴ്സിന് മൂർച്ച കൂട്ടാനും നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ടൂത്ത് പേസ്റ്റ് എല്ലാം അതിൽ തൂത്ത് പുരട്ടിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളമയെല്ലാം തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് ഒന്ന് വെട്ടി കാണിക്കുന്നുണ്ട്. നല്ല മൂർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സിസേഴ്സിന് മൂർച്ച കൂട്ടാനും നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ അലുമിനിയം ഫോയിൽ ഇതുപോലെ നമുക്ക് വെട്ടി എടുത്താൽ സിസേഴ്സിന് മൂർച്ച കൂടുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ്, ഗ്ലാസ് കഴുകി കഴിഞ്ഞിട്ടുള്ള വെള്ളം കഞ്ഞിവെള്ളം കളയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെയും ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് ക്ലീനാക്കി കാണിക്കുന്നുണ്ട്. അതിൽ കമ്പിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അത് ഞാൻ സിങ്കിനകത്ത് വെച്ച് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ കഞ്ഞിവെള്ളം കുറച്ച് അതിലൊന്ന് ആ ഗ്യാസ് സ്റ്റൗവിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. സ്റ്റൗവൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അതിൽ ഗ്യാസ് ബർണർ വീഴാതിരിക്കാനായിട്ട് ചിരട്ട കൊണ്ട് ഇതേപോലെ മൂടി വെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ആ ബർണറിൽ വെള്ളമൊന്നും വീഴത്തില്ല. വെള്ളമൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതേപോലെ ഗ്യാസ് ബർണറൊക്കെ അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ചിരട്ട കൊണ്ട് നമുക്കിതുപോലെ കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കുപ്പി ഉണ്ടെങ്കിൽ അത് വെട്ടി ഇതുപോലെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പം ഗ്യാസ് സ്റ്റൗ മാത്രമല്ല, കിച്ചൺ സിങ്ക്, വാഷ് ബേസിന്, ബാത്റൂമ് ഒക്കെ നമുക്ക് കഴുകാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.